വർഷം 1992. അലാസ്കൻ കാടിന്റെ നടുവിൽ ഉപേക്ഷിക്കപ്പെട്ട ഒരു സ്കൂൾ വാനിനകത്ത് അതീവ ദുർബലനായ ഒരു മനുഷ്യൻ. നേരെ നിൽക്കാൻ പോലും കഴിയാത്ത അയാൾ ഒലിച്ചിറങ്ങിയ മലം തുടച്ചു വൃത്തിയാക്കി അവശതയോടെ ഒരു സ്ലീപ്പിംഗ് ബാഗിനുള്ളിലേക്ക് കയറി കിടക്കുന്നു. വാനിന്റെ ജനലിലൂടെ പുറത്ത് ആകാശം നോക്കി മരണത്തെ കാത്ത് കിടക്കുകയാണ് അയാൾ. ജീവിക്കാൻ ഒരവസരം കൂടി കിട്ടിയിരുന്നെങ്കിൽ മാതാപിതാക്കളുടെ അടുത്തേക്ക് സന്തോഷത്തോടെ ഓടിയെത്തി കെട്ടിപ്പിടിക്കുന്നതാണ് അയാളുടെ മനസ്സിലേക്ക് അവസാനമായി എത്തുന്ന ചിത്രം. ഇൻടു ദി വൈൽഡ് 2007 ഷോൺ പെൻ സംവിധാനം ചെയ്ത് പുറത്തിറങ്ങിയ ഈ അമേരിക്കൻ സിനിമയുടെ അവസാന രംഗം ഇങ്ങനെയാണ്. യാത്രയെ സ്നേഹിക്കുന്ന, സിനിമയെ സ്നേഹിക്കുന്ന, ജീവിതത്തിന്റെ അർത്ഥം തേടുന്നവരെല്ലാം ഈ സിനിമ കണ്ടിട്ടുണ്ടാകും. ഈ സീനുകളും മനസ്സിലുണ്ടാകും. 1996 പുറത്തിറങ്ങിയ ഇതേ പേരുള്ള പുസ്തകത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഇൻടു ദി വൈൽഡ് നിർമ്മിച്ചത്. ഇവിടെ പറയുന്നത് സിനിമയിലെ പ്രധാന കഥാപാത്രമായ ക്രിസ്റ്റഫർ മെക്കാൻഡലസ് എന്ന 24 വയസ്സുവരെ മാത്രം ജീവിച്ച ചെറുപ്പക്കാരന്റെ ജീവിതത്തെക്കുറിച്ചല്ല, അയാൾ എങ്ങനെ മരിച്ചു. മെക്കാൻഡലസിന്റെ സാഹസിക ജീവിതവും മരണവും അതിനെക്കുറിച്ച് 33 വർഷങ്ങളായി തുടരുന്ന ചർച്ചകളുമാണ് ഇന്നത്തെ വീഡിയോ. ബിരുദ പഠനം പൂർത്തിയാക്കിയ മെക്കാൻഡലസ് ജീവിതത്തെക്കുറിച്ച് നിർണായകമായ ആ തീരുമാനമെടുക്കുകയാണ്. തുടർ പഠനമോ കരിയറോ ആയിരുന്നില്ല, എല്ലാം ഉപേക്ഷിച്ചുള്ള യാത്ര. അലക്സാണ്ടർ സൂപ്പർട്രാംപ് എന്ന പേര് അയാൾ സ്വീകരിക്കുന്നു. സാമ്പത്തിക സുരക്ഷിതമുള്ള കുടുംബവും കാറും കാടുകളും എല്ലാം ഉപേക്ഷിച്ച് അവൻ തീരുമാനിച്ചു, ഇനി ഞാൻ സമൂഹത്തിന്റെ ചട്ടങ്ങൾക്കപ്പുറം പ്രകൃതിയോടൊപ്പം ജീവിക്കും. ആ യാത്രയിലുടനീളം അവൻ പലരെയും കണ്ടുമുട്ടി. അവരെല്ലാം അവന്റെ ഹൃദയത്തിൽ അടയാളങ്ങൾ പതിപ്പിച്ചു. പക്ഷെ അവിടെയൊന്നും നിൽക്കാതെ അവൻ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു, ആസന്നമായ മരണത്തെ സ്വീകരിക്കാൻ അലാസ്കൻ കാടുകളിലേക്ക്. 1992 ഏപ്രിലാണ് മെക്കാൻഡലസ് അലാസ്കൻ കാട്ടിലെത്തുന്നത്. അവിടെ വെച്ചാണ് ആ വാൻ അവൻ ആദ്യമായി കാണുന്നത്. ജീവിതത്തെക്കുറിച്ചുള്ള അവന്റെ തിരിച്ചറിവുകൾക്കും അതിജീവനത്തിനായുള്ള ശ്രമങ്ങൾക്കും ഒടുവിൽ മരണത്തിനുമെല്ലാം സാക്ഷിയായ മാജിക് ബസ് എന്ന് പേരിട്ട വാൻ. ഇനിയുള്ള ചുരുക്കം കാലം ഈ വാനാണ് മെക്കാൻഡലസിന്റെ വീട്. അവിടെയുള്ള ജീവിതം മാസങ്ങൾ പിന്നിട്ടതോടെ ആവശ്യത്തിന് ഭക്ഷണം കിട്ടാതെ, വേട്ടയാടാനാകാതെ, മടങ്ങിപ്പോകാനാകാതെ ജീവിതം ദുരിതത്തിലേക്ക് നീങ്ങി. മെക്കാൻഡലസ് മരണപ്പെട്ട് ഏകദേശം 18 ദിവസങ്ങൾക്കു ശേഷം ആ വഴി വന്ന ഒരു വേട്ടക്കാരനാണ് വാനിനുള്ളിൽ അഴുകി തുടങ്ങിയ മൃതദേഹം കണ്ടെത്തുന്നത്. പട്ടിണി മൂലമാണ് മരിച്ചതെന്നായിരുന്നു ആദ്യം കരുതിയത്. പക്ഷേ വാനിനകത്തുണ്ടായിരുന്ന ഡയറിയിൽ അവസാനമായി എഴുതിയത് ഇങ്ങനെയായിരുന്നു: സീഡ് മേക്സ് മീ സിക്ക്. ഈ വാക്കുകളാണ് പിന്നീട് ഇങ്ങോട്ട് ഇപ്പോഴും ചർച്ചകൾക്കും ആശയക്കുഴപ്പങ്ങൾക്കും കാരണമായത്. അവൻ കഴിച്ചത് വിഷമുള്ള കാട്ടുകിഴങ്ങിന്റെ വിത്തായിരുന്നോ, അതല്ലെങ്കിൽ എന്തെങ്കിലും ഫംഗസ് ആയിരുന്നോ, അതോ ആദ്യം കരുതിയതുപോലെ പട്ടിണിയോ? ഇന്നും അവന്റെ യഥാർത്ഥ മരണകാരണം അവ്യക്തതകൾ നിറഞ്ഞതും ദുരൂഹവുമായി തുടരുന്നു. ഏതോ വിഷക്കായ കഴിച്ചാണ് മെക്കാൻഡലസിന്റെ നില വഷളായതെന്ന് വ്യക്തമാണ്. പട്ടിണി മാത്രമായിരുന്നില്ല കാരണം. ജീവൻ നിലനിർത്താൻ അവൻ കണ്ണിൽ കണ്ടതും കയ്യിൽ കിട്ടിയതുമായ എല്ലാ കായ്കളും ചെടികളും കഴിച്ചു കാണണം. അതിലൊന്ന് അവന്റെ ജീവൻ എടുക്കുകയും ചെയ്തു. അമേരിക്കൻ എഴുത്തുകാരൻ ജോൺ ക്രാക്കർ ക്രിസ്റ്റഫർ മെക്കാൻഡലസിന്റെ ജീവിതത്തെക്കുറിച്ച് എഴുതിയ ഇൻടു ദി വൈൽഡ് എന്ന പുസ്തകത്തെ ആസ്പദമാക്കിയാണ് അതേ പേരിൽ സിനിമയെടുത്തത്. ജോൺ ക്രാക്കറിന്റെ ആദ്യ നിഗമനമനുസരിച്ച് ഹൈഡസിറം മെക്കൻസി എന്ന കാട്ടുചെടിയുടെ വിത്തുകൾ മെക്കാൻഡലസ് അബദ്ധത്തിൽ കഴിച്ചെന്നായിരുന്നു. ഈ വിത്തുകളിൽ ബീറ്റ-ODAP എന്ന വിഷമുള്ള അമിനോ ആസിഡ് അടങ്ങിയിട്ടുണ്ടെന്നുമായിരുന്നു. ഹൈഡസിറം മെക്കൻസിയിൽ അടങ്ങിയിട്ടുള്ള വിഷ ആൽക്കലോയിഡ് മെക്കാൻഡലസിനെ ദുർബലനാക്കുകയും നടക്കാനോ വേട്ടയാടാനോ കഴിയാത്ത അവസ്ഥയിലുമാക്കി. ഇത് പട്ടിണിയിലേക്ക് നയിക്കുകയും മരണകാരണമാവുകയും ചെയ്തുവെന്നായിരുന്നു അദ്ദേഹത്തിന്റെ നിഗമനം. ഹൈഡസിറം മെക്കൻസിയോട് സാദൃശ്യമുള്ള മറ്റൊരു ചെടി കൂടിയുണ്ട്, ഹൈഡസിറം ആൽപ്പിനം. കാഴ്ചയിൽ ഒരുപോലെ ഇരിക്കുന്ന ഈ 2 ചെടികളും വേർതിരിച്ചറിഞ്ഞില്ലെങ്കിൽ മരണത്തിന് വരെ കാരണമാകും. ആൽപ്പിനം ഭക്ഷ്യയോഗ്യമാണെന്നാണ് ശാസ്ത്ര സാഹിത്യത്തിലും ഭക്ഷ്യയോഗ്യമായ സസ്യങ്ങളെക്കുറിച്ചുള്ള ജനപ്രിയ പുസ്തകങ്ങളിലും വിശേഷിപ്പിക്കുന്നത്. മെക്കാൻഡലസിന്റെ കൈവശമുണ്ടായിരുന്ന ഫീൽഡ് ഗൈഡിൽ ഈ ചെടിയെ എങ്ങനെ തിരിച്ചറിയാനാകുമെന്ന് വ്യക്തമായി പറഞ്ഞിട്ടുള്ളതിനാൽ ക്രാക്കറിന്റെ വാദത്തിനെതിരെ വ്യാപക വിമർശനങ്ങൾ ഉയർന്നു, പ്രത്യേകിച്ച് അലാസ്കയിൽ. ഇൻടു ദി വൈൽഡ് പ്രസിദ്ധീകരിച്ച ശേഷം ക്രാക്കറിന് സമ്മിശ്ര പ്രതികരണങ്ങളായിരുന്നു ലഭിച്ചത്. ചിലർ മെക്കാൻഡലസിന്റെ ആത്മാന്വേഷണത്തെ പ്രശംസിച്ചപ്പോൾ മറ്റു ചിലർ ക്രാക്കറിനെ വിവരദോഷിയും തയ്യാറെടുപ്പില്ലാത്തവനുമായി വിമർശിച്ചു. പക്ഷേ 2012 റൊണാൾഡ് ഹാമിൽട്ടൺ എന്ന എഴുത്തുകാരൻ നടത്തിയ ഗവേഷണം ക്രാക്കറിന്റെ സിദ്ധാന്തത്തെ ഒരു പരിധിവരെ ശരിവെക്കുന്നതായിരുന്നു. ഭക്ഷ്യയോഗ്യമെന്ന് കരുതിയിരുന്ന ഹൈഡസിറം ആൽപ്പിനം വിഷമുണ്ടെന്ന് ഹാമിൽട്ടൺ വാദിച്ചു. മരണത്തിനു മുൻപ് മെക്കാൻഡലസിൽ കണ്ട ലക്ഷണങ്ങളും ന്യൂറോലാത്തിറസം എന്ന രോഗത്തിന്റെ ലക്ഷണങ്ങളും തമ്മിൽ ബന്ധമുണ്ടായിരുന്നു എന്ന് ഹാമിൽട്ടണിന്റെ കണ്ടെത്തൽ. ലാത്തിറസ് ജനുസിലെ ചില പയറുവർഗ്ഗങ്ങൾ കഴിക്കുന്നതിലൂടെ മനുഷ്യന്റെ നാഡീവ്യവസ്ഥയെ ബാധിക്കുന്ന ഒരു രോഗമാണ് ന്യൂറോലാത്തിറിസം.
രണ്ടാം ലോക മഹായുദ്ധകാലത്ത് ജർമ്മൻ റൊമാനിയൻ നിയന്ത്രണത്തിലുള്ള യുക്രൈനിലെ വാപ്നിയാർ ക്യാമ്പിൽ റൊമാനിയൻ ജൂത തടവുകാരെ വിഷമുള്ള പുല്ല് തീറ്റിച്ചതിനെക്കുറിച്ച് രേഖകളുണ്ട്. ODAP എന്ന വിഷം കഠിനമായ ശാരീരിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നതും പോഷകാഹാരക്കുറവുള്ളതുമായ യുവാക്കളെയാണ് കൂടുതൽ ബാധിക്കുന്നതെന്ന് ഹാമിൽട്ടന്റെ കണ്ടെത്തൽ നിർണായകമായിരുന്നു. ഇത് മെക്കാൻഡലസ് ഡയറിയിൽ എഴുതിയ വാക്കുകളുമായി ഒത്തുപോകുന്നതാണ്. മെക്കാൻഡലസിന്റെ മൃതദേഹത്തിനടുത്തു നിന്നും കണ്ടെത്തിയ ഫോട്ടോഗ്രാഫുകളും ഡയറികളും സൂചിപ്പിക്കുന്നത് 1992 ജൂൺ 24 മുതൽ ഹൈഡസിറം ആൽപ്പിനം ചെടിയുടെ വേരുകൾ അദ്ദേഹത്തിന്റെ ദൈനംദിന ഭക്ഷണത്തിലെ പ്രധാന ഘടകമായിരുന്നു എന്നാണ്. ജൂലൈ 14 അദ്ദേഹം ഇതിന്റെ വിത്തുകൾ വിളവെടുത്ത് കഴിക്കാൻ തുടങ്ങി. ഒരു ഫോട്ടോയിൽ ഈ വിത്തുകൾ നിറച്ച ബാഗും കാണാം. ജൂലൈ 30 മെക്കാൻഡലസ് അദ്ദേഹത്തിന്റെ ഡയറിയിൽ എഴുതിയത് വളരെ ദുർബലനാണെന്നും എഴുന്നേറ്റ് നിൽക്കാൻ പോലും ആകുന്നില്ലെന്നുമാണ്. ആ ഉരുളക്കിഴങ്ങ് വിത്തിന്റെ പ്രശ്നമാണിതെന്നും അതികഠിനമായ വിശപ്പും പേടിയുമാകുന്നുവെന്നുമായിരുന്നു. ഈ കുറിപ്പിന് മുമ്പ് അപകടത്തിലാണെന്ന് സൂചിപ്പിക്കുന്ന ഒന്നും ജേണലിൽ ഉണ്ടായിരുന്നില്ല. പക്ഷേ അദ്ദേഹത്തിന്റെ ഫോട്ടോകളിൽ അവൻ ഭയാനകമാം വിധം മെലിഞ്ഞതായി കാണാം. ODAP എന്ന വിഷം കാലക്രമേണ കാലുകളുടെ ചലനം നിയന്ത്രിക്കുന്ന ഞരമ്പുകളെ നശിപ്പിക്കുകയും ബലഹീനതയിലേക്ക് നയിക്കുകയും ചെയ്യും. വാനിൽ കഴിഞ്ഞ 3 മാസത്തോളം സമീപ പ്രദേശങ്ങളിൽ നിന്നും ലഭിച്ച ചെറുജീവികളും സസ്യങ്ങളും കൂണുകളുമൊക്കെയായിരുന്നു മെക്കാൻഡലസിന്റെ ഭക്ഷണം. ഇതുമൂലം തന്നെ ശരീരം വളരെ ദുർബലമായിരുന്നു. ഇതിനിടയിൽ ഹൈഡസിറം ആൽപ്പിനം വിത്തുകൾ കൂടി കഴിച്ചു തുടങ്ങിയതോടെ അവൻ കൂടുതൽ ക്ഷീണിച്ചു. അതൊരു തെറ്റായ തീരുമാനമായിരുന്നുവെന്ന് 3 ആഴ്ചയ്ക്ക് ശേഷമുള്ള മരണത്തിലൂടെ വ്യക്തമായി എന്നായിരുന്നു തെളിവുകൾ നിരത്തി ഹാമിൽട്ടന്റെ പഠനത്തിൽ പറയുന്നത്. ഇതോടെ മെക്കാൻഡലസിന്റെ മരണത്തെക്കുറിച്ച് ആദ്യം എഴുതിയ നിഗമനത്തിലുണ്ടായ പാകപ്പിഴകൾ ക്രാക്കൗർ ഏറ്റുപറഞ്ഞു. താൻ ജോലി ചെയ്തിരുന്ന ഔട്ട്സൈഡ് മാഗസിൻ ആവശ്യപ്പെട്ടതനുസരിച്ചാണ് മെക്കാൻഡലസിന്റെ മരണത്തിന്റെ ദുരൂഹമായ സാഹചര്യങ്ങളെക്കുറിച്ച് ക്രാക്കൗർ ആദ്യം എഴുതുന്നത്. വളരെ പെട്ടെന്ന് തയ്യാറാക്കിയ ആദ്യ ലേഖനത്തിൽ ആൽപ്പിനം കഴിക്കാൻ സുരക്ഷിതമാണെന്ന് സാർവത്രികമായി വിശ്വസിക്കപ്പെട്ടിരുന്നതിനാൽ വിഷാംശം ഉള്ളതായി കരുതുന്നതും ഹൈഡസിറം ആൽപ്പൈനത്തിൽ നിന്ന് വേർതിരിച്ചറിയാൻ പ്രയാസമുള്ളതുമായ ഹൈഡസിറം മെക്കൻസി എന്ന മധുരമുള്ള കാട്ടുപയറിന്റെ വിത്തുകൾ മെക്കാൻഡലസ് തെറ്റായി കഴിച്ചെന്ന് അനുമാനിക്കുകയായിരുന്നു എന്നായിരുന്നു ഏറ്റുപറച്ചിൽ. ഹാമിൽട്ടന്റെ സിദ്ധാന്തം സ്ഥിരീകരിക്കാൻ ക്രാക്കൗർ കാട്ടുകിഴങ്ങ് ചെടിയുടെ വിത്തുകൾ പരിശോധനയ്ക്ക് അയച്ചു. ഈ പരിശോധനയിൽ വിത്തുകളിൽ ബീറ്റ ODAP അടങ്ങിയിട്ടുണ്ടെന്ന് സ്ഥിരീകരിക്കുകയും ചെയ്തു. പുതിയ കണ്ടെത്തലുകൾ മെക്കാൻഡലസിന്റെ മരണത്തെക്കുറിച്ച് കൂടുതൽ വ്യക്തത നൽകുന്നതാണ്. അദ്ദേഹത്തിൻ്റെത് സാധാരണ പട്ടിണി മരണമായിരുന്നില്ല. വിഷബാധയേറ്റ് ഭക്ഷണം തേടാനോ നടക്കാനോ രക്ഷപ്പെടാനോ കഴിഞ്ഞില്ല. അറിവില്ലായ്മയായിരുന്നു അദ്ദേഹത്തിന്റെ മരണകാരണം. ആ കിഴങ്ങുകൾക്ക് വിഷമുണ്ടെന്ന് അദ്ദേഹത്തിന്റെ കൈവശമുണ്ടായിരുന്ന സസ്യങ്ങളെക്കുറിച്ചുള്ള ബുക്കിൽ മുന്നറിയിപ്പ് നൽകിയിരുന്നെങ്കിൽ അദ്ദേഹം ഒരുപക്ഷെ രക്ഷപ്പെടുമായിരുന്നു. എന്തായാലും ക്രിസ്റ്റഫർ മെക്കാൻഡലസ് എന്ന അലക്സാണ്ടർ സൂപ്പർട്രാമ്പ് വളരെ ചെറുപ്പത്തിൽ 24-ാം വയസ്സിൽ അതിസങ്കീർണമായ സാഹചര്യത്തിൽ മരണപ്പെട്ടു. ആ മരണത്തെക്കുറിച്ച് പല ചർച്ചകളും പഠനങ്ങളും ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നു. പക്ഷേ എല്ലാവരും അംഗീകരിക്കുന്ന ഒരു കാര്യമുണ്ട്. കോളേജ് പഠനം കഴിഞ്ഞ് മരണം വരെയുള്ള 2 വർഷം മെക്കാൻഡലസ് നേടിയ അനുഭവങ്ങളുടെ 100-ൽ 1 പോലും ഈ പ്രായം വരെ ജീവിച്ച നമ്മളിൽ പലർക്കും ഉണ്ടാകണമെന്നില്ല. മരണത്തിന് മുൻപ് മെക്കാൻഡലസ് അവന്റെ ഡയറിയിൽ എഴുതിയത് ഇങ്ങനെയായിരുന്നു: എൻ്റെ ജീവിതം സന്തോഷകരമായിരുന്നു, ദൈവത്തിന് നന്ദി. അവസാനമായി എടുത്ത സ്വന്തം ഫോട്ടോയിൽ അസ്ഥികൾ ഉന്തി ശോഷിച്ച നിലയിലായിരുന്നു സൂപ്പർട്രാമ്പ് ഉണ്ടായിരുന്നത്. പക്ഷേ മുഖത്ത് ശാന്തമായ ഒരു പുഞ്ചിരിയും. സന്തോഷം മനുഷ്യബന്ധങ്ങളിൽ നിന്നാണ് ഉണ്ടാകുന്നത് എന്നത് തെറ്റായ കാഴ്ചപ്പാടാണെന്ന് സിനിമയിൽ എവിടെയോ അവൻ പറയുന്നുണ്ട്. പക്ഷേ സ്വാതന്ത്ര്യവും അർത്ഥവും തേടിയുള്ള ജീവിതയാത്രയ്ക്കൊടുവിൽ സന്തോഷം സത്യമാകുന്നത് പങ്കുവെക്കപ്പെടുമ്പോഴാണ് എന്ന തിരിച്ചറിവ് മാജിക് ബസ്സിലെ ഏകാന്ത ജീവിതത്തിലൂടെ അയാൾ കണ്ടെത്തുന്നു.